സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഫാറൂഖ് എന്നാണ്. അല്ല, ഫാറൂഖിന് മുമ്പേ വേറെ പേരുണ്ടല്ലോ. അറിയില്ല അറിയില്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ബിസ്മി അബായ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വഞ്ചൂർ ജംഗ്ഷനിലാണ്. കാക്കയുടെ പേര്? നാസർ. നാസറാക. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഗൾഫ് പർദ്ദകളുടെ അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ വിപുലമായ ശേഖരമുണ്ട്. ഹജ്ജ് ഉംറ വസ്ത്രങ്ങളും അവിടെ ലഭ്യമാണ്. കൂടാതെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടോപ്പും അവിടെ ലഭിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അറിയില്ല. കാക്ക എന്താണ് പരിപാടി? എനിക്ക് ആട് ബിസിനസ് ആണ്. ആട് ബിസിനസ്. ജീവനുള്ളതിനെ വളർത്തി വിൽക്കും. ഇറച്ചി വിലയ്ക്ക് കൊടുക്കും, വളർത്താൻ കൊടുക്കും. അങ്ങനെ ഫാമുണ്ടോ ആടിൻ്റെ? എനിക്ക് കൂടുണ്ട്, ഫാമുണ്ടല്ലേ? അപ്പോൾ എന്തെങ്കിലും ആടിന് ആവശ്യം ഉണ്ടെങ്കിൽ കാക്ക വഞ്ചൂരിൽ ഒന്ന് നാസറാക്കാൻ എന്നെ തിരക്കിയാൽ മതി. വാങ്ങും, കൊടുക്കും. വാങ്ങുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അറിയാമോ സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം? അറിയില്ല. ഓക്കെ. നമ്മളെ സാഹിത്യകാരൻ ഉറൂബ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉറൂബിൻ്റെ നാമം ഞാൻ ഒരു കറുത്ത പേരാണ്, എനിക്ക് പിടികിട്ടുന്നില്ല. ഫാറൂഖ് എന്നാണ്. അല്ല, ഫാറൂഖിന് മുമ്പേ വേറെ പേരുണ്ടല്ലോ, ഇല്ലേ? ഉറൂസ് ഫാറൂഖ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പോൾ എങ്ങനെ ഓട്ടോ ഉണ്ടല്ലേ? അപ്പോൾ ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന സമ്മാനമാണ് അണ്ണന് നഷ്ടപ്പെട്ടത്. മറ്റൊരു അവസരത്തിൽ സമ്മാനം നേടാം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ബിസ്മി അബായ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം കൊടുവഴി അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യം ഇതാണ്: സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അറിയില്ല. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. വീട്ടിലെ സ്ത്രീകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള ടോപ്പുകളെല്ലാം, മനസ്സിനിഷ്ടപ്പെട്ട വർണ്ണങ്ങളിലുള്ള ടോപ്പുകളെല്ലാം അവിടെ ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഇപ്പോൾ എങ്ങനെയുണ്ട് ലോട്ടറി വ്യാപാരമൊക്കെ? എങ്ങനെയുണ്ട്? പ്രൈസുകളൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രൈസും ഉണ്ട്, ഞങ്ങളുടെ കയ്യിലും പ്രൈസുണ്ട്. നേടാൻ സാധിച്ചില്ലല്ലേ? അപ്പോൾ മറ്റൊരു അവസരത്തിൽ ലഭിക്കട്ടെ. ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന സമ്മാനമാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ചുരിദാറിൻ്റെ ടോപ്പുകളും മറ്റുള്ള അതെല്ലാം യഥേഷ്ടം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സാഹിത്യകാരൻ ഉറൂബ് നേടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അറിയത്തില്ല. സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അറിയില്ല. ഞാൻ കേട്ടില്ല, എനിക്ക് ഇത്തിരി ചെവി തകരാറുണ്ട്. സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം അതറിയാൻ വയ്യ. ഇല്ല, അറിയില്ല. സാഹിത്യകാരൻ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അറിയത്തില്ല. സാഹിത്യകാരൻ ഉറൂബിനെ കുറിച്ച് അറിയാലോ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം PC കുട്ടിക്കൃഷ്ണൻ എന്നായിരുന്നു. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ
നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.